ഹലോ മക്കളെ, അപ്പൊ നമ്മള് ഇന്ത്യൻ ഭരണഘടനയുടെ വ്യവസ്ഥയെ പറ്റിയിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഭരണത്തെ ഡിവൈഡ് ചെയ്തിട്ടുള്ളതെന്ന് പഠിച്ചു, ആർക്കൊക്കെയാണ് അധികാരം കൊടുത്തിട്ടുള്ളതെന്ന് പഠിച്ചു, അതിനകത്ത് നിയമം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു, അമെൻമെന്റ് എങ്ങനെയാണ് വരുന്നതെന്ന് പഠിച്ചു. ഇനി അമെൻമെന്റ് അത് എന്താണ്, അത് ശരിയായിട്ട് ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അസാധുവാക്കാനുള്ള പവർ ആർക്കാണുള്ളതെന്ന് നമ്മള് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് മെത്തേഡ്സ് ഓഫ് അമെൻമെന്റ്സ്, അല്ലെ, ഭേദഗതികള് എങ്ങനെയാണ് വരുത്തുന്നത്. ദാറ്റ് ഈസ് ഭേദഗതിയുടെ രീതികളാണ് മെത്തേഡ്സ് ഓഫ് അമെൻമെന്റ്. ഫ്ലെക്സിബിൾ അമെൻമെന്റ് ഉണ്ട്, അതായത് അയവുള്ള ഭേദഗതി. ഓക്കെ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അല്ലെ, കുറച്ചത് ലൂസ് ആക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അയവുള്ള ഭേദഗതി. എന്താണത്? Certain provisions of the Constitution of India can be amended by the Parliament with simple majority through the procedure similar to ordinary legislation. Example, name of the states, boundaries, citizenship, etc. എന്താ പറഞ്ഞിട്ടുള്ളത്? ഫ്ലെക്സിബിൾ അമെൻമെന്റിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റിന് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായി നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾ ആണ് സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകള്, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കേവല ഭൂരിപക്ഷം, ജസ്റ്റ് ഒരു ഭൂരിപക്ഷം അല്ലെ, കറക്റ്റ് 1/2 ഭൂരിപക്ഷം, അതാണ് കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അത് സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായിട്ടുള്ള നടപടിക്രമത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഭേദഗതി ചെയ്യാൻ പറ്റും. അതിന്റെ എക്സാമ്പിള് നിങ്ങൾ നോക്കി വെക്കുക. അപ്പൊ ഫസ്റ്റ് കാറ്റഗറി ആണ് എന്ത്? ഫ്ലെക്സിബിൾ അമെൻമെന്റ് അല്ലെങ്കിൽ അയവുള്ള ഭേദഗതി. ഇനി രണ്ടാമത്തെ ഒരു ഭേദഗതി മെത്തേഡാണ് റിജിഡ് അമെൻമെന്റ് അല്ലെങ്കിൽ ദൃഢമായ ഭേദഗതി. ഓക്കെ, റിജിഡ് അമെൻമെന്റ് അല്ലെങ്കിൽ ദൃഢമായ ഭേദഗതി എന്താണത്? A special majority of both the houses of the parliament is required to make amendments in certain important provisions. എന്താണ്? മറ്റേത് നമുക്ക് സാധാരണയായിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് ചെറിയൊരു കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് അമെൻമെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ എന്താണ്? ദൃഢമായിട്ടുള്ള ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി നടത്തുവാൻ പാർലമെന്റിന്റെ ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്, അല്ലെ. കറക്റ്റ് ആയിട്ട് ഒരു സഭയിൽ കുറെ ഭൂരിപക്ഷം എന്നാൽ മറ്റേ സഭയിൽ കുറച്ച് ഭൂരിപക്ഷമേ ഉള്ളൂ അല്ലെങ്കിൽ കുറച്ച് സപ്പോർട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാസ്സാവില്ല. രണ്ട് സഭകളിലും പ്രത്യേകമായിട്ടുള്ള ഭൂരിപക്ഷം ആവശ്യമാണ്. അത് ഏതൊക്കെ കേസിൽ അങ്ങനത്തെ ദൃഢമായിട്ടുള്ള അമെൻമെന്റ് നടത്തുന്നത്? ദാറ്റ് ഈസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, അല്ലെ, ഒരാളുടെ മൗലിക അവകാശം, അല്ലെ, ഇന്ത്യയിലെ പൗരന്മാരുടെ മൗലിക അവകാശങ്ങളിൽ എന്തെങ്കിലും അമെൻമെന്റ് വരുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സഭ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, രണ്ട് സഭയിലെയും പ്രത്യേക ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ അമെൻമെന്റ് നടത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഇതൊക്കെ റിജിഡ് അമെൻമെന്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതില് എന്താണ് ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ഭേദഗതി നടത്താൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് മസ്റ്റ് ആയിട്ട് ഓർത്തു വെക്കാം. ഫസ്റ്റ് വണ്ണിന്റെ എക്സാമ്പിൾ എന്തായിരുന്നു? സംസ്ഥാനങ്ങളുടെ പേര് അല്ലെങ്കിൽ അതിർത്തി, പൗരത്വം, ഇതൊക്കെ ജസ്റ്റ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത്. ഇത് റിജിഡ് ആണ്, അല്ലെ. മൗലിക അവകാശങ്ങള്, മാർഗനിർദ്ദേശക തത്വങ്ങളൊക്കെ റിജിഡ് അമെൻമെന്റ് ആണ്. ഇനി അതിലും റിജിഡ് ആയിട്ടുള്ള അമെൻമെന്റ്, മോർ റിജിഡ് അമെൻമെന്റ്, അതിദൃഢമായിട്ടുള്ള ഭേദഗതി, മോർ റിജിഡ് അമെൻമെന്റ് എന്ന് പറയുന്നത് some very crucial provisions can be amended only with the special majority of both houses of the parliament along with the approval of not less than half of the states. എന്താ പറഞ്ഞിട്ടുള്ളത്? ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം, അല്ലെ, അത് നമ്മൾ ദൃഢമായ അമെൻമെന്റ്, അല്ലെ, റിജിഡ് അമെൻമെന്റിൽ നമ്മൾ പറഞ്ഞു ഇരു പാർലമെന്റിന്റെയും ഒരു പ്രത്യേക ഭൂരിപക്ഷം കിട്ടണം എന്ന് പറഞ്ഞു. അതും വേണം ഇവിടെ. അതിന്റെ കൂടെ എന്തും വേണം? പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരവും കൂടി വേണം. ഓക്കെ, പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അതിദൃഢമായിട്ടുള്ള ഭേദഗതി ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിന്റെ എക്സാമ്പിൾസ് നോക്കിക്കേ.
division of powers between center and state, representation of people's act തുടങ്ങിയതൊക്കെ മോർ റിജിഡ് അമെൻമെന്റ് ആണ് അല്ലെ. പവറിന്റെ ഡിവിഷൻ അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്. ഓക്കെ, അതായത് കേന്ദ്ര സംസ്ഥാന അധികാരം അല്ലെ. കേന്ദ്രത്തിന് നമ്മൾ യൂണിയൻ ലിസ്റ്റിൽ കുറെ പവർ കണ്ടു അല്ലെ. ഇനി സ്റ്റേറ്റ് ലിസ്റ്റിൽ വേറെ കുറെ പവർ കണ്ടു, കൺകറന്റ് ലിസ്റ്റിലൊക്കെ പവർ കണ്ടു. അപ്പം ഈ യൂണിയൻ ലിസ്റ്റിലെയും സ്റ്റേറ്റ് ലിസ്റ്റിന്റെയും ഒക്കെ പവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അമെൻമെന്റ് നടത്തണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കിട്ടണം അവിടെ? ഇരു സഭകളിലെയും പ്രത്യേക ഭൂരിപക്ഷവും കിട്ടണം. അതുപോലെ തന്നെ പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി മാത്രമേ നമുക്ക് അവിടെ അമെൻമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. എക്സാമ്പിൾ ആണ് സംസ്ഥാന അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമം തുടങ്ങിയവയൊക്കെ അത്തരത്തിൽ അല്ലെ അതിദൃഢമായിട്ടുള്ള ഭേദഗതി മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമ്മള് അയവുള്ള ഭേദഗതി പഠിച്ചു, ദൃഢമായ ഭേദഗതി പഠിച്ചു, അതിദൃഢമായ ഭേദഗതിയും പഠിച്ചു അല്ലെ. ഫ്ലെക്സിബിൾ, റിജിഡ്, മോർ റിജിഡ് അല്ലെ. മോർ റിജിഡ് അമെൻമെന്റ്. Our constitution becomes a living document when it incorporates changes from time to time through amendment. Okay. കാലാനുസൃതമായ മാറ്റങ്ങൾ ഭേദഗതികൾ വഴി ഉൾച്ചേർക്കുന്നതിലൂടെ നമ്മളുടെ ഭരണഘടന ഒരു സജീവ ഭരണഘടനയായി പരിണമിക്കുന്നു അല്ലെ. നമുക്ക് എന്തെങ്കിലും അല്ലെ കാലത്തിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തേണ്ടി വരും അല്ലെ. പല കാര്യങ്ങളിലും അമെൻമെന്റ് വരുന്നുണ്ട് അല്ലെ. നമ്മൾ അന്ന് വിശ്വസിച്ചിരുന്ന കാര്യങ്ങളായിരിക്കില്ല, അല്ലെങ്കിൽ അന്നത്തെ ഒരു സിനാരിയോ ആയിരിക്കില്ല ഇന്നുണ്ടാവുക. അപ്പം എന്താണ്, ചേഞ്ചസിനനുസരിച്ച് നിയമങ്ങളിലൊക്കെ എന്ത് വരുത്തുന്നുണ്ട്? അമെൻമെന്റ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഭരണഘടന എന്ന് പറയുന്ന ഒരു സജീവ ഭരണഘടനയായിട്ട് പരിണമിക്കുന്നുണ്ട്. And the executive is responsible for implementing the laws passed by the പാർലമെന്റ്. പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങള് നടപ്പിൽ വരുത്തുക എന്ന കർത്തവ്യം നിർവഹിക്കുന്നത് കാര്യനിർവഹണ വിഭാഗമാണ് അല്ലെ. അവിടെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ, ഇനി അത് പ്രാബല്യത്തിൽ കൊണ്ടുവരണം. അതാരാണ് ചെയ്യുന്നത്? എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എക്സിക്യൂട്ടീവ്സ് അല്ലെ. കാര്യനിർവഹണ വിഭാഗമാണ് അത് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ എക്സിക്യൂട്ടീവിനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് നോക്കുന്നത്. കാര്യനിർവഹണ വിഭാഗം. The executive is the branch of the government which is responsible for the implementation and administration of laws and policies. Okay, നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ അല്ലെ. നിയമങ്ങളൊക്കെ നടപ്പിലാക്കുക, അതുപോലെ തന്നെ ഭരണനിർവഹണം അതും ചെയ്യുന്നത് ഗവൺമെന്റിന്റെ വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. ഓക്കെ, കാര്യനിർവഹണ വിഭാഗം. ആരൊക്കെയാണ് കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്? പ്രസിഡന്റ് ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, ആൻഡ് ദ ക്യാബിനറ്റ് ഹെഡഡ് ബൈ ദി പ്രൈം മിനിസ്റ്റർ. ആരാണുള്ളത്? രാഷ്ട്രപതി അല്ലെ. പ്രസിഡന്റ് ഉണ്ട്, ഉപരാഷ്ട്രപതി, വൈസ് പ്രസിഡന്റ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാബിനറ്റ് ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ. പ്രധാനമന്ത്രി തലവനായിട്ടുള്ള ഒരു ക്യാബിനറ്റ്, ഒരു മന്ത്രിസഭയുണ്ട്. ഇവരൊക്കെ ചേർന്നിട്ടാണ് കാര്യനിർവഹണം അല്ലെ. നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെ, എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കാര്യനിർവഹണ വിഭാഗം. ആരൊക്കെയാണ് അതിനകത്തുള്ള മെമ്പേഴ്സ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭ. Although the powers of the executive are vested with the president under the provisions of the constitution, it is exercised by the council of ministers headed by the prime minister. അപ്പം ഇന്ത്യൻ ഭരണഘടന പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നതെങ്കിലും അത് നിർവഹിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ്. അപ്പം ഇതിന്റെ പവർ എല്ലാം ഉള്ളത് രാഷ്ട്രപതിയിലാണെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആര് വേണം? പ്രധാനമന്ത്രിയുടെ കീഴില് മന്ത്രിമാരുണ്ട് അല്ലെ, മന്ത്രിസഭയുണ്ട്. ആ മന്ത്രിസഭ വഴിയാണ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. സോ ആ ഒരു സിസ്റ്റമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ എക്സിക്യൂട്ടീവില് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെർമനന്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. അവര് എന്താണ്, എക്സാംസ് ഒക്കെ എഴുതി പാസ്സായി വന്നിരിക്കുന്ന പെർമനന്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. അതാണ് ബ്യൂറോക്രസി, ഓൾ ഇന്ത്യ സർവീസ് അല്ലെ. ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ്, സ്റ്റേറ്റ് സർവീസ്, ഇതൊക്കെ പെർമനന്റ് എക്സിക്യൂട്ടീവ്സ് ആണ്. ആൻഡ് അതുപോലെ തന്നെ എക്സിക്യൂട്ടീവില് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവും ഉണ്ട്. ഓക്കെ,
പെർമനന്റ് എക്സിക്യൂട്ടീവും ഉണ്ട്, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവും ഉണ്ട്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആരാണ്? പൊളിറ്റിക്കലി അല്ലെ, രാഷ്ട്രീയപരമായിട്ടുള്ള ആൾക്കാര്. പ്രസിഡന്റ് ഉണ്ട്, പ്രൈം മിനിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ ആരുണ്ട്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഈ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് തന്നെ 2 തലത്തിലുണ്ട്. നോമിനൽ എക്സിക്യൂട്ടീവ്, നാമമാത്രമായിട്ടുള്ള എക്സിക്യൂട്ടീവ്, ദാറ്റ് ഈസ് പ്രസിഡന്റ്. അതുപോലെ തന്നെ റിയൽ എക്സിക്യൂട്ടീവ് ഉണ്ട്. ആരാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ആരാന്നാ പറഞ്ഞത്? പ്രൈം മിനിസ്റ്റേഴ്സ് ആൻഡ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അപ്പൊ പവറൊക്കെ ഉള്ള നോമിനൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. പക്ഷെ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആൻഡ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അപ്പൊ നമ്മളിപ്പം എക്സിക്യൂട്ടീവിന്റെ ഡിവിഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. എക്സിക്യൂട്ടീവ് 2 തരത്തിലുണ്ട്, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവും പെർമനന്റ് എക്സിക്യൂട്ടീവും. പെർമനന്റ് എക്സിക്യൂട്ടീവ് ബ്യൂറോക്രസി, ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ് ആൻഡ് സ്റ്റേറ്റ് സർവീസ്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവില് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, മിനിസ്റ്ററിന്റെ കൗൺസില്. അതുപോലെ അത് തന്നെ 2 ടൈപ്പ്, നോമിനൽ ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ്. സെയിം എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ കാര്യനിർവഹണ വിഭാഗമാണ്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് അല്ലെ, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവും ഉണ്ട്, സ്ഥിരം എക്സിക്യൂട്ടീവ് അല്ലെ, പെർമനന്റ് എക്സിക്യൂട്ടീവും ഉണ്ട്. പെർമനന്റ് എക്സിക്യൂട്ടീവിലാണ് ബ്യൂറോക്രസി അല്ലെ, ഉദ്യോഗസ്ഥന്മാരുള്ളത് അല്ലെ, നമ്മൾ എക്സാംസ് ഒക്കെ എഴുതിയിട്ട് പാസ്സായിട്ടൊക്കെ വരുന്ന ഉദ്യോഗസ്ഥന്മാരുള്ള ഉദ്യോഗസ്ഥ വൃന്ദം. അതായത് ഓൾ ഇന്ത്യ സർവീസ് അല്ലെ, അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നൊക്കെ പറയുന്നത് സ്ഥിരം എക്സിക്യൂട്ടീവിന്റെ അകത്ത് വരുന്നതാണ്. ഇനി രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ഉണ്ട്. എന്താ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനകത്ത് രാഷ്ട്രപതി ഉണ്ട്, പ്രധാനമന്ത്രി ഉണ്ട്, ബാക്കി മന്ത്രിമാരൊക്കെ ഉണ്ട്. ഇനി അത് തന്നെ നമ്മള് നോമിനൽ എക്സിക്യൂട്ടീവ് എന്നും റിയൽ എക്സിക്യൂട്ടീവ് എന്നും 2 ആയിട്ട് പറഞ്ഞു അല്ലെ. നോമിനൽ അല്ലെങ്കിൽ നാമമാത്ര എക്സിക്യൂട്ടീവ്, നോമിനലിന്റെ പറയുന്ന പേരെന്താ? നാമമാത്ര എക്സിക്യൂട്ടീവ്, അതാണ് രാഷ്ട്രപതി. അതുപോലെ തന്നെ യഥാർത്ഥ എക്സിക്യൂട്ടീവ് ഉണ്ട്, അതാണ് പ്രധാനമന്ത്രിയും മന്ത്രിസഭയും. ഇനി നമ്മൾ നോക്കുന്നതാണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് കൺസിസ്റ്റ് ഓഫ് ദ പ്രസിഡന്റ്, the vice president and the council of ministers headed by the prime minister. ആരൊക്കെയാണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിലുള്ളത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നിവരടങ്ങുന്നതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം അല്ലെ, നമ്മൾ കണ്ടു. ഭരണഘടനാപരമായി രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ. ആരാണ് ഇതിന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ എന്ന് പറയുന്നത്? രാഷ്ട്രപതിയാണ്. കോൺസ്റ്റിറ്റ്യൂഷണലി the president is the head of the executive, but the president has to act in accordance with the advice given by the council of ministers headed by the prime minister. നമ്മൾ കണ്ടു അല്ലെ, നോമിനൽ ആയിട്ടാണ്. പക്ഷെ റിയൽ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയും മന്ത്രിസഭയുമാണ് അല്ലെ. സോ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ചു വേണം രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. At the same time, there are situations in which the president acts as per his or her discretion. അതുപോലെ തന്നെ അതേസമയം രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചനാധികാരം അല്ലെ, രാഷ്ട്രപതിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യം അല്ലെ. അപ്പൊ രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സാഹചര്യങ്ങളും ഉണ്ട്. അപ്പം നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രീയ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ പറ്റിയിട്ടാണ് അല്ലെ. എക്സിക്യൂട്ടീവ് 2 തരത്തില്, പൊളിറ്റിക്കലും ഉണ്ട്, സ്ഥിരവുമുണ്ട്. അപ്പൊ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവില് രാഷ്ട്രപതിയാണ് ശരിക്കും പറഞ്ഞ എക്സിക്യൂട്ടീവിന്റെ തലവൻ എന്ന് പറയുന്നത്. പക്ഷെ യഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഈ മന്ത്രിസഭയും ബാക്കി പ്രധാനമന്ത്രിയൊക്കെ ചേരുന്ന മന്ത്രിസഭയൊക്കെയാണ്. പക്ഷേ രാഷ്ട്രപതിക്ക് സ്വന്തമായിട്ട് വിവേചന അധികാരം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാനും പറ്റും? രാഷ്ട്രപതിക്ക് തീരുമാനം എടുക്കാനും പറ്റും. ഇനി നമ്മൾ നോക്കുന്നത് രാഷ്ട്രപതി അല്ലെ. നമ്മൾ കേട്ടിട്ടുണ്ട് കുറെ രാഷ്ട്രപതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് അല്ലെങ്കിൽ ആരാണ് രാഷ്ട്രപതി? ഓക്കെ, പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റത്തെ പ്രസിഡന്റ്. ഓക്കെ, ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയായിട്ട് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ രാഷ്ട്രപതിയായിട്ടൊരു ആളെന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ,
the president is the executive head of the state. അല്ലെ, ഇന്ത്യയുടെ തലവനാണ് രാഷ്ട്രപതി. ഇന്ത്യയുടെ തലവനാണ് രാഷ്ട്രപതി അല്ലെ. നമ്മുടെ ഇന്ത്യയുടെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? രാഷ്ട്രത്തിന്റെ തലവനാണ് രാഷ്ട്രപതി എന്ന് പറയുന്നത്. And an Indian citizen who has completed 35 years of age. അല്ലെ, 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ യോഗ്യതയുണ്ട്. അല്ലെ, 35 വയസ്സായിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാഷ്ട്രപതി ആവാൻ വേണ്ടിയിട്ട് മത്സരിക്കാൻ വേണ്ടി പറ്റും. The president is elected by an electoral college which consists of the elected members of both the houses of parliament and state legislative assemblies only. So പാർലമെന്റിന്റെ ഇരു സഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. സോ ഇതാണ് രാഷ്ട്രപതിയെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. The term of office of the president is 5 years. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. The functions of the president include summon the parliament. എന്തൊക്കെയാണ് രാഷ്ട്രപതിയുടെ ഫങ്ഷൻസ്? ഇമ്പോർട്ടന്റ് ആണ്. രാഷ്ട്രപതിയുടെ ഫങ്ഷൻസ് ഓഫ് പ്രസിഡന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ കാലാവധി. the functions of the president include summon the parliament. അല്ലെ, പാർലമെന്റ് വിളിച്ചു ചേർക്കുക. അല്ലെ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പാർലമെന്റ് വിളിച്ചു ചേർക്കുക. അതുപോലെ തന്നെ dissolve the ലോക്സഭ. അല്ലെ, ലോക്സഭ പിരിച്ചുവിടണം എന്നുള്ള അധികാരം ആർക്കാണുള്ളത്? ലോക്സഭ ഇനി വേണ്ട, ലോക്സഭ പിരിച്ചുവിടാമെന്നുള്ള അധികാരം ആർക്കാണുള്ളത്? രാഷ്ട്രപതിക്കാണുള്ളത്. സോ dissolve the Lok Sabha, appoint the Prime Minister and Council of Ministers. ഇനി പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക. അല്ലെ, നമ്മുടെ പ്രധാനമന്ത്രിയെ ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ്. ഓക്കെ, രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക. ആൻഡ് ജഡ്ജസ് ദ സുപ്രീം കോടതി. അല്ലെ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയന്ത്രിക്കുക. അല്ലെ, ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോടതിനൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട് സ്റ്റേറ്റ് ഗവർണേഴ്സ്, ഡിക്ലറേഷൻ ഓഫ് എമർജൻസി. അതുപോലെ തന്നെ സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുന്നുണ്ട്. സുപ്രീം കോടതിയിലെയും ജഡ്ജിമാരെ നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന ഗവർണർമാരെ നിയന്ത്രിക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. അല്ലെ, ഡിക്ലറേഷൻ ഓഫ് എമർജൻസി. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ നമുക്ക് പ്രത്യേകപരമായിട്ടുള്ള നിയമങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ ഉണ്ടാവുക. സോ ഡിക്ലറേഷൻ ഓഫ് എമർജൻസി എന്നിവ. അതുപോലെ തന്നെ പ്രതിരോധ സേനകളുടെ സർവ സൈന്യാധിപനായി പ്രവർത്തിക്കുക. അല്ലെ, നമ്മുടെ ഡിഫൻസ് ഉണ്ട്, അല്ലെ, പ്രതിരോധമുണ്ട്. അല്ലെ, അപ്പൊ ഇന്ത്യയെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന പ്രതിരോധ സേനയുടെ സർവ സൈന്യാധിപനായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. സോ ഇത്രയും ഫംഗ്ഷൻ ഉണ്ട് രാഷ്ട്രപതിക്ക്. എന്തൊക്കെയാണ് പവേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് പ്രസിഡന്റ് എന്ന് പറയുന്നത്? Summon the parliament, dissolve the Lok Sabha, appoint the Prime Minister and Council of Ministers, judges of the Supreme Court and High Court, state governors, declaration of emergency, etc. The President also acts as the Commander-in-Chief. അല്ലേ, രാഷ്ട്ര സൈന്യത്തിന്റെ തലവനായിട്ട്, അല്ലെ, of the defense forces. The President submit his or her resignation to the Vice President. ഇനി രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. ഓക്കെ, വൈസ് പ്രസിഡന്റാണ് റിസൈൻ ചെയ്യാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപരാഷ്ട്രപതിക്ക് വേണം രാജിക്കത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രസിഡന്റ്, ദ വൈസ് പ്രസിഡന്റ് പെർഫോംസ് ഓൾ ദ ഡ്യൂട്ടീസ് ഓഫ് ദി പ്രസിഡന്റ്. ഇനി രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് ഈ ചുമതലകൾ. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രപതിയുടെ എല്ലാ ഡ്യൂട്ടീസും ആരാണ് ചെയ്യേണ്ടത്? ഉപരാഷ്ട്രപതിയാണ് ചെയ്യേണ്ടത്. സോ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രപതിയെ പറ്റിയിട്ടായിരുന്നു. ഫസ്റ്റത്തെ പ്രൈം മിനിസ്റ്റർ രാഷ്ട്രപതി പ്രസിഡന്റ് എന്ന് പറയുന്നത് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. 35 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഏതൊരു ഇന്ത്യൻ സിറ്റിസണും രാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രത്തിന്റെ തലവനാണ് രാഷ്ട്രപതി എന്ന് പറയുന്നത്. രാഷ്ട്രപതിയുടെ ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു. ഇനി രാഷ്ട്രപതിക്ക് രാജി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഉപരാഷ്ട്രപതിക്ക് വേണം രാജിക്കത്ത് കൊടുക്കാൻ വേണ്ടി. ഓക്കെ,
ഇനി രാഷ്ട്രപതി ഇല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഈ കാര്യങ്ങളെല്ലാം ആര് ചെയ്യണം? ഉപരാഷ്ട്രപതി വേണം ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രധാനമന്ത്രിയെ പറ്റിയിട്ടാണ്. പ്രൈം മിനിസ്റ്റർ. ഓക്കെ, പ്രൈം മിനിസ്റ്റർ. Prime Minister, the administrative head of the country, is also the leader of the party and its alliance with a majority of the Lok Sabha and the nation. ഓക്കെ, രാജ്യത്തിന്റെ ഭരണത്തലവനായ പ്രധാനമന്ത്രി അല്ലെ, ഭരണത്തലവൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിന്റെയും നേതാവാണ് അല്ലെ. ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയോ അല്ലെങ്കിൽ മുന്നണിയുടെയും രാജ്യത്തിന്റെയോ ഒക്കെ എന്താണ്? നേതാവാണ്. It's the Prime Minister who forms the Council of Ministers and decides the members of his or her cabinet. അപ്പം മന്ത്രിസഭ രൂപീകരിക്കുന്നതിനും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഓക്കെ, the Prime Minister has the power to change the portfolios of ministers and to include or remove members from the Council of Ministers. അപ്പം മന്ത്രിമാരുടെ വകുപ്പുകൾ അല്ലെ, ഏതെങ്കിലും മന്ത്രിമാരുടെ ഇന്ന വകുപ്പിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റമൊക്കെ വരുത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ക്യാബിനറ്റിലെയും മന്ത്രിസഭയിലെയും അംഗങ്ങളെ ഉൾപ്പെടുത്താനും അല്ലെങ്കിൽ കുറച്ച് മെമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാനും അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള അധികാരം ആർക്കുണ്ട്? പ്രധാനമന്ത്രിക്കുണ്ട്. The Prime Minister acts as the link between the President, the Cabinet and the Parliament. അപ്പൊ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ട് പ്രധാനമന്ത്രി വർത്തിക്കുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. The Prime Minister acts as the link between the President, the Cabinet and the Parliament. അല്ലെ, രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും ഒക്കെ കൂടെ തമ്മിൽ കണക്ട് ചെയ്യുന്ന, ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. And if the Prime Minister loses his or her majority in the Lok Sabha before the term of 5 years, he or she must submit his resignation to the President. അപ്പം ഭരണ കാലാവധിക്ക് മുമ്പായിട്ട്, അതായത് 5 വർഷക്കാലം അല്ലെ, 5 വർഷ കാലാവധിക്ക് മുമ്പായിട്ട് ലോക്സഭയിലെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു കഴിഞ്ഞാല് പ്രധാനമന്ത്രി ആർക്ക് വേണം രാജി കൊടുക്കാൻ വേണ്ടിയിട്ട്? രാഷ്ട്രപതിക്ക് വേണം രാജി കൊടുക്കാൻ വേണ്ടിയിട്ട്. രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച് പദവി ഒഴിയേണ്ടതാണ്. The Council of Ministers helps the President in the exercise of his or her functions. The Prime Minister is the head of the Council of Ministers. Council of Prime Ministerന്റെ കീഴിലാണ് ബാക്കി എല്ലാ മന്ത്രി അല്ലെ, ക്യാബിനറ്റിലുള്ള ബാക്കി എല്ലാ മന്ത്രിമാരും പ്രൈം മിനിസ്റ്ററുടെ കീഴിലാണ്. രാഷ്ട്രപതിയെ ഭരണ നിർവഹണത്തിൽ സഹായിക്കുന്ന സമിതിയാണ് മന്ത്രിസഭ. ഈ മന്ത്രിസഭയുടെ തലവൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫങ്ഷൻസ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഫങ്ഷൻസ് ആണ് നോക്കുന്നത്. എന്താണ് മന്ത്രിസഭയുടെ ചുമതല എന്ന് പറയുന്നത്? perform other administrative and welfare functions and maintain foreign relations. അല്ലെ, എന്ത് ചെയ്യണം? അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ്, ബാക്കിയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ അല്ലെ, ഭരണപരവും ക്ഷേമപരവുമായിട്ടുള്ള മറ്റു നടപടികളും വിദേശ ബന്ധങ്ങൾ അല്ലെ, ഫോറിൻ റിലേഷൻസ് എന്ത് ചെയ്യണം? നിർവഹിക്കണം. സ്റ്റിയറിംഗ് ദ ലെജിസ്ലേറ്റീവ് പ്രോസസ്, നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക. ഓക്കെ, ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി കൺട്രി, രാജ്യത്തിന്റെ ഭരണം നിർവഹിക്കുക. ഇത് മന്ത്രിസഭയാണ് കേട്ടോ, മന്ത്രിമാരടങ്ങുന്ന സഭയുടെ ഫംഗ്ഷനാണ്. ഡ്രാഫ്റ്റ് ബിൽസ് ആൻഡ് ഓർഡിനൻസസ്, ബില്ലുകളും ഓർഡിനൻസസും ഡ്രാഫ്റ്റ് ചെയ്യുക. പിന്നെയോ ഫോർമുലേഷൻ ഓഫ് നാഷണൽ ആൻഡ് ഫോറിൻ പോളിസീസ് അല്ലെ, നാഷണൽ പോളിസി ദേശീയ നയവും അതുപോലെ തന്നെ വിദേശ നയവും രൂപീകരിക്കുക. കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ആ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും പല ഡിപ്പാർട്ട്മെന്റുകളുടെയും എന്ത് ചെയ്യണം? പ്രവർത്തനങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഏകോപിപ്പിക്കുന്നത് ആരാണ്? ക്യാബിനറ്റ് ആണ് അല്ലെ, മന്ത്രിസഭയാണ്. ഓക്കെ, സോ എന്തൊക്കെയാണ് മന്ത്രിസഭയുടെ ചുമതലകളിൽ വരുന്നത്?
perform other administrative and welfare functions and maintain foreign relation, steering the legislative process, administration of the country, draft bill and ordinances, അതുപോലെ തന്നെ formulation of national and foreign policies, coordinate the activities of various departments. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷന്റെ അകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. മെത്തേഡ്സ് ഓഫ് അമെന്റ്മെന്റ്സ് ആയിരുന്നു നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 3 തരത്തിലല്ലേ, ഫ്ലെക്സിബിൾ അമെന്റ്മെന്റ് അല്ലെങ്കിൽ അയവുള്ള ഭേദഗതി, ദൃഢമായ അമെന്റ്മെന്റ് അല്ലെങ്കിൽ റിജിഡ് അമെന്റ്മെന്റ്, അതിദൃഢമായ ഭേദഗതി അല്ലെങ്കിൽ മോർ റിജിഡ് അമെന്റ്മെന്റ് പഠിച്ചു. അതിനുശേഷം നമ്മൾ എക്സിക്യൂട്ടീവ് കാര്യനിർവഹണ വിഭാഗത്തില് ആരൊക്കെയാണുള്ളതെന്ന് പഠിച്ചു. അതിന്റെ ഡിവിഷൻ പഠിച്ചു. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആൻഡ് പെർമനന്റ് എക്സിക്യൂട്ടീവ്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് നോമിനൽ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ആണ്. റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആൻഡ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ പറ്റി പഠിച്ചു. രാഷ്ട്രപതിയെ പറ്റി പഠിച്ചു. രാഷ്ട്രപതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തലവനാണ്. രാഷ്ട്രപതി എന്ന് പറയുന്നത് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫങ്ഷൻസ് ഓഫ് ദ പ്രസിഡന്റ് ഇൻക്ലൂഡ് സമ്മൺ ദ പാർലമെന്റ്, ഡിസോൾവ് ദി ലോക്സഭ, അപ്പോയിന്റ് ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈ കോർട്ട്, ദ സ്റ്റേറ്റ് ഗവർണേഴ്സ്, ഡിക്ലറേഷൻ ഓഫ് എമർജൻസി അല്ലെ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതൊക്കെ ആരാണ്? രാഷ്ട്രപതി ഫംഗ്ഷനിൽ വരുന്നതാണ് അല്ലെ. പിന്നെ നമ്മൾ പ്രധാനമന്ത്രിയെ പറ്റി പഠിച്ചു. പ്രധാനമന്ത്രിയുടെ ചുമതലകൾ പഠിച്ചു. അതുപോലെ തന്നെ രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണെന്ന് നമ്മൾ പഠിച്ചത്? പ്രധാനമന്ത്രിയാണ് അല്ലെ. പ്രധാനമന്ത്രിയുടെ കാലാവധി 5 വർഷം. 5 വർഷത്തിന് മുമ്പായിട്ട് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ആർക്ക് വേണം രാജി കൊടുക്കാൻ വേണ്ടിയിട്ട്? രാഷ്ട്രപതിക്ക് വേണം രാജി കൊടുക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് നമ്മൾ മന്ത്രിസഭയുടെ ഫങ്ഷൻസും കൂടെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്